ഓം ശാന്തി 3/12/2023 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 18/1/1997. മുരളിയുടെ ടൈറ്റിലാണ് തന്റെ മുഖത്തിലൂടെ ബാബയുടെ ചരിത്രത്തെ പ്രത്യക്ഷപ്പെടുത്തൂ, അപ്പോൾ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴങ്ങും. ഇന്ന് ബാബ്ദാദ 2 വിശാല സഭകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സാകാര രൂപത്തിൽ താങ്കൾ ഏവരും സന്മുഖത്തുണ്ട്, മറ്റൊന്ന് അവ്യക്ത രൂപത്തിൽ വിശാല സഭ കാണുകയാണ്. നാനാഭാഗത്തെയും അനേക കുട്ടികൾ ഈ സമയത്ത് അവ്യക്ത രൂപത്തിൽ ബാബയെ സന്മുഖത്ത് കാണുകയാണ്, കേൾക്കുകയാണ്. 2 സഭയും ഒന്നിനൊന്ന് പ്രിയമാണ്. ഇന്ന് വിശേഷിച്ച് എല്ലാവരുടെയും ഹൃദയത്തിൽ ബ്രഹ്മബാബയുടെ ഓർമ്മ എമർജാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മബാബയുടെ ഡ്രാമയിൽ വിശേഷ പാർട്ടാണ്. എല്ലാവർക്കും ബ്രഹ്മബാബയോട് ഹൃദയത്തിന്റെ സ്നേഹമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മബാബയ്ക്കും ഓരോ കുട്ടികളോടും അതേ സ്നേഹമാണ്. താങ്കൾ കുട്ടികൾ ഇവിടെ സാകാരത്തിൽ ബ്രഹ്മബാബയുടെ ഗുണങ്ങളും കർത്തവ്യങ്ങളും ഓർമ്മിക്കുന്നത് പോലെ ബ്രഹ്മബാബയും താങ്കൾ കുട്ടികളുടെ വിശേഷതകളുടെ സേവനത്തിന്റെ ഗുണഗാനം ചെയ്യുന്നു. അപ്പോൾ ബ്രഹ്മബാബയുടെ അവ്യക്ത ശബ്ദം താങ്കൾ ഏവർക്കും എത്തിച്ചേരുന്നുണ്ടോ? താങ്കൾ എല്ലാ വിശേഷപ്പെട്ടവരും വിശേഷിച്ച് അമൃതവേള മുതൽ എന്ത് മധുരമധുരമായ കാര്യങ്ങൾ സംസാരിക്കുന്നുവോ, അല്ലെങ്കിൽ മധുരമധുരമായ പരാതികൾ നൽകുന്നുവോ, അത് ബ്രഹ്മബാബ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് ഗുണമാണ് പാടുന്നത്? ആഹാ, എന്റെ വളരെ കാലത്തെ തിരിച്ചു കിട്ടിയ ഓമനകളെ, ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്ന കുട്ടികളെ, ആഹാ! ബ്രഹ്മബാബ ഇനി കുട്ടികളുമായി എന്ത് ശുഭ ആശകൾ വയ്ക്കുന്നു, അത് അറിയാമോ? ബാബ ഇതാണ് ആഗ്രഹിക്കുന്നത്. എന്റെ ഓരോ കുട്ടിയും തന്റെ രൂപത്തിലൂടെ ബാബയുടെ ചരിത്രം കാണിക്കണം. മുഖം ഭിന്ന ഭിന്നമാണ്, എന്നാൽ എല്ലാവരുടെയും മുഖത്തിലൂടെ ബാബയുടെ ചരിത്രം കാണപ്പെടണം. ആര് തന്നെ കണ്ടാലും, ആര് സംബന്ധത്തിൽ വന്നാലും അവർ താങ്കളെ കണ്ട് താങ്കളെ മറക്കണം. എന്നാൽ താങ്കളിൽ ബാബ കാണപ്പെടണം. അപ്പോഴേ സമയത്തിന്റെ സമാപ്തി ഉണ്ടാകൂ. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടണം, എന്റെ ബാബയാണ്. അപ്പോഴേ ഈ ശബ്ദം നാനാഭാഗത്തും പെരുമ്പറ പോലെ മുഴങ്ങുകയുള്ളൂ. സയൻസിന്റെ ഏത് സാധനങ്ങളായാലും ആ സാധനങ്ങളിൽ ഈ പെരുമ്പറ മുഴങ്ങിക്കൊണ്ടിരിക്കും, എന്റെ ബാബ വന്നു. ഇപ്പോൾ എന്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും വളരെ നല്ലതായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും ഒന്നിച്ചുള്ള പെരുമ്പറ മുഴങ്ങണം. എവിടെ കേട്ടാലും ഒരേ ശബ്ദം കേൾക്കണം. വരുന്നവർ വരട്ടെ, ഇതിനെയാണ് പറയുന്നത് ബാബയുടെ സ്പഷ്ട പ്രത്യക്ഷത. ഇപ്പോൾ പേര് പ്രസിദ്ധമായിട്ടുണ്ട്. ആദ്യത്തെ ചുവട് പേര് പ്രത്യക്ഷമായതാണ്. ബ്രഹ്മകുമാരിമാർ, ബ്രഹ്മകുമാരന്മാർ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാലയത്തിന്റെ അല്ലെങ്കിൽ കാര്യത്തിന്റെ ജ്ഞാനത്തിന്റെ മഹിമ ഇപ്പോൾ ചെയ്യുന്നു, സന്തോഷിക്കുന്നു. ഇതും മനസ്സിലാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യം മറ്റാർക്കും ചെയ്യാൻ കഴിയുകയില്ല. ഇത്ര വരെയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇക്കാര്യം സ്പഷ്ടമായിട്ടുണ്ട്. നാനാഭാഗത്തും ഈ കാര്യത്തിന്റെ മഹിമയുണ്ട്. എന്നാൽ ഈ കാര്യത്തിന്റെ സ്പഷ്ടീകരണം ഉണ്ടായിട്ടില്ല. അതായത് ബാബ്ദാദ വന്നിരിക്കുന്നു. ഇപ്പോൾ കുറേശ്ശെ തിരശീല നീങ്ങുകയാണ്. എന്നാൽ സ്പഷ്ടമല്ല. അറിയുകയും ചെയ്യാം, ഇവരുടെ നട്ടെല്ല് ഏതോ ശക്തിയാണ്. എന്നാൽ അതാണ് ബാബ്ദാദ, ഞങ്ങൾക്കും ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. ഈ മതിൽ ഇപ്പോൾ ഉണർവുത്സാഹത്തിൽ മുന്നോട്ട് വരികയാണ്.
അതിപ്പോൾ സംഭവിക്കണം. ഒരു ചുവട് ഉയർത്തുന്നുണ്ട്. ഒരു ചുവടാണ് സഹയോഗത്തിന്റെ. ആ ഒരു ചുവട് വയ്ക്കുന്നുണ്ട്. സഹയോഗം നൽകാനുള്ള പ്രേരണ ഉള്ളിൽ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ചുവടാണ് സ്വയം സമ്പത്തെടുക്കുവാനുള്ള ഉണർവിലേക്ക് വരിക. 2 ചുവടും ലഭിച്ചാൽ പിന്നെ നാനാഭാഗത്തും വാദ്യം മുഴങ്ങും. ഏത് വാദ്യം? എന്റെ ബാബ. നിന്റെ ബാബയല്ല, എന്റെ ബാബ. എങ്ങനെയാണോ ഈ കാര്യത്തിന്റെ മഹിമ ചെയ്യുന്നത്, അതുപോലെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ മഹിമ സന്തോഷത്തോടെ പാടണം. സംഭവിക്കേണ്ടത് തന്നെയാണ്. താങ്കൾക്കും ഈ ദൃശ്യം കൺമുന്നിൽ, ഹൃദയത്തിൽ, ബുദ്ധിയിൽ വരുന്നില്ലേ? എന്തെന്നാൽ ബാബയും ദാദയും വന്നിരിക്കുന്നു എല്ലാ കുട്ടികൾക്കും സമ്പത്ത് നൽകുന്നതിന് വേണ്ടി. മുക്തിയുടേതാകട്ടെ, ജീവൻ മുക്തിയുടേതാകട്ടെ. എന്നാൽ സമ്പത്ത് തീർച്ചയായും ലഭിക്കണം. ആരും വഞ്ചിതരായി പോകരുത്. എന്തെന്നാൽ ബാബ പരിധിയില്ലാത്ത അധികാരിയാണ്, പരിധിയില്ലാത്ത അച്ഛനാണ്. അപ്പോൾ പരിധിയില്ലാത്ത അത്രയും പേർ സമ്പത്തെടുക്കുക തന്നെ വേണം. യോഗബലത്തിലൂടെ തന്റെ ജന്മജന്മത്തെ പാപം കളയാൻ സാധിച്ചില്ലെങ്കിലും കേവലം ഇത്രയും അറിഞ്ഞു ബാബ വന്നിരിക്കുന്നു എങ്കിൽ ആ ഒരു തിരിച്ചറിവിലൂടെ എന്തെങ്കിലും സമ്പത്തിന്റെ അധികാരി ആവുക തന്നെ ചെയ്യും. ബാബയ്ക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുവാനുള്ള സങ്കല്പം ഉള്ളതുപോലെ നിശ്ചിതമായും സംഭവിക്കുക തന്നെ വേണം. ഇങ്ങനെ താങ്കൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ശുഭഭാവന, ശുഭകാമന ഉൽപ്പന്നമാകുന്നുണ്ടോ? ഞങ്ങളുടെ എല്ലാ സഹോദരീ സഹോദരന്മാരും പരിധിയില്ലാത്ത സമ്പത്തിന് അധികാരിയായി മാറും. അപ്പോൾ ഈ ശുഭഭാവനയെയും ശുഭകാമനയെയും ഏതുവരെ പ്രത്യക്ഷ രൂപത്തിൽ ചെയ്യും? അതിന്റെ തീയതി ആദ്യം സ്വന്തം ഹൃദയത്തിൽ നിശ്ചയിക്കൂ, പിന്നീട് സംഘടനയിൽ ചെയ്യൂ. എങ്കിൽ വിനാശത്തിന്റെ തീയതി സ്വയമേ സ്പഷ്ടമായിക്കോളും. അതിന്റെ ചിന്ത വയ്ക്കാതിരിക്കുക. ദയ തോന്നുന്നുവോ, അതോ ഇതേ ആനന്ദത്തിൽ കഴിയുകയാണോ ഞാൻ അധികാരിയായി മാറി എന്ന്? ആനന്ദത്തിൽ കഴിയുക, ഇത് വളരെ നല്ലതാണ്. എന്നാൽ ദയാമനസ്കരായ ബാബയുടെ മക്കൾ ഇപ്പോൾ പരിധിയില്ലാത്തവരിൽ ദയ കാണിക്കൂ. എപ്പോൾ മറ്റുള്ളവരോട് ദയ ഉണ്ടാകുന്നുവോ അപ്പോൾ തനിക്ക് മേൽ ദയ വരും. പിന്നീട് ഏത് ഒരേ ഒരു ചെറിയ കാര്യത്തിലേ താങ്കൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടതുള്ളുവോ അത് ചെയ്യേണ്ടതിന്റെ ആവശ്യവും ഉണ്ടാകില്ല. മാസ്റ്റർ ദയാമനസ്കൻ, മാസ്റ്റർ ദയാലു, കരുണാവാൻ ആയി മാറൂ. ഈ ഗുണത്തെ എമർജ് ചെയ്യൂ. അപ്പോൾ മറ്റുള്ളവർക്ക് മേൽ ദയ കാണിക്കുന്നതിലൂടെ അവനവന് മേൽ ദയ തനിയെ വരും. ബാബ്ദാദ ആദ്യമേ കേൾപ്പിച്ചു, ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ഏത് കാര്യം നല്ലതായി തോന്നുന്നില്ല. അറിയാമോ? ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ പരിശ്രമം ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുക ഇത് നല്ലതായി തോന്നുന്നില്ല. ബാബ പറയുന്നുമുണ്ട്, അല്ലയോ എന്റെ യോഗി കുട്ടികളെ, യോദ്ധാ കുട്ടികളെ എന്ന് പറയുന്നില്ല, യോഗി കുട്ടികൾ. അപ്പോൾ യോഗി കുട്ടികളുടെ ജോലി എന്താണ്? ചെയ്യുക എന്നതാണോ? യുദ്ധം ചെയ്യുന്നത് നല്ലതായി തോന്നുന്നുണ്ടോ? പരവശരാകുന്നുമുണ്ട്. പിന്നീട് യുദ്ധവും ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രതിജ്ഞ ചെയ്യുന്നു, യുദ്ധം ചെയ്യുകയില്ല. കുറച്ചു സമയത്തിനു ശേഷം പിന്നീട് യോഗത്തിനു പകരം യോദ്ധാക്കളായി മാറുന്നു. ഇതെന്തുകൊണ്ടാണ്? മനസ്സിലാക്കുന്നു, കുട്ടികൾക്ക് യോഗത്തിനോട് സ്നേഹം കുറവാണ്, യുദ്ധത്തിനോട് സ്നേഹം കൂടുതലാണ്. അപ്പോൾ ഇന്നു മുതൽ എന്തു ചെയ്യും? യോദ്ധാവാകുമോ അതോ നിരന്തര യോഗി ആകുമോ? ബാബ്ദാദ കണ്ടു എത്ര ജനുവരി 18 കടന്നുപോയി. വിശേഷിച്ചു ബ്രഹ്മ ബാബ താങ്കൾ കുട്ടികളെ ആഹ്വാനം ചെയ്യുകയാണ്, എന്റെ കുട്ടികളെ സമാനമായി വദനത്തിൽ വരൂ. വദനം നല്ലതായി തോന്നുന്നുണ്ടോ
അതോ യുദ്ധം ചെയ്യുന്നതാണോ നല്ലതായി തോന്നുന്നത്? യുദ്ധം ചെയ്യാതിരിക്കുക. ഇന്നു മുതൽ യുദ്ധം ചെയ്യുന്നത് നിർത്തൂ. ചെയ്യാൻ കഴിയുമോ? പറയൂ, ഹാൻജി. പിന്നെ അവിടെ പോയി കത്തെഴുതരുത്, മായ വന്നു യുദ്ധം ചെയ്തു ഓടിച്ചു എന്ന്. ചിലർക്ക് അവനവന്റെ മായ വരുന്നു, മറ്റു ചിലർക്ക് മറ്റുള്ളവരുടെ മായ കണ്ട് സ്വയം മായയുടെ പ്രഭാവത്തിൽ വരുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇതെന്താണ്? ഇത് മറ്റുള്ളവരുടെ മായ തനിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നത് ആണ്. ഇതും ചെയ്യരുത്. മായയിൽ നിന്ന് വിടുവിക്കുന്നത് ബാബയുടെ ജോലിയാണ്. താങ്കൾ സ്വപുരുഷാർത്ഥത്തിൽ തീവ്രമാകൂ. അപ്പോൾ താങ്കളുടെ വൈബ്രേഷനിലൂടെ, മനോവൃത്തിയിലൂടെ, ശുഭഭാവനയിലൂടെ മറ്റുള്ളവരുടെ മായ സഹജമായി ഓടിപ്പോകും. അഥവാ എന്തുകൊണ്ട്, എന്ത് എന്നതിൽ പോവുകയാണെങ്കിൽ താങ്കളുടെ മായയും പോവുകയില്ല, മറ്റുള്ളവരുടെ മായയും പോവുകയില്ല. അതിനാൽ പുതിയ വർഷത്തിൽ പഴയ വർഷത്തിന് വിട നൽകുന്നത് പോലെ ഇപ്പോൾ 96 എന്ന് പറയുകയില്ല, 97 എന്നല്ലേ പറയുക. അഥവാ ആരെങ്കിലും തെറ്റായി പറഞ്ഞുവെങ്കിൽ താങ്കൾ പറയും 96 അല്ല 97 ആണ്. ഇങ്ങനെ ഇന്ന് എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ, അങ്ങനെ ഈ വാക്കുകൾക്ക് വിട പറയൂ. ചോദ്യചിഹ്നം ഇടാതിരിക്കൂ. ബിന്ദു ഇടൂ. ഇല്ലെങ്കിൽ ചോദ്യചിഹ്നം ഉണ്ടാകുന്നു, വ്യർത്ഥത്തിന്റെ കണക്ക് ആരംഭിക്കുന്നു. എപ്പോൾ വ്യർത്ഥത്തിന്റെ കണക്ക് ആരംഭിക്കുന്നുവോ അപ്പോൾ സമർത്ഥത സമാപ്തമാകുന്നു. എവിടെ സമർത്ഥത സമാപ്തമായോ അവിടെ മായ ഭിന്ന ഭിന്ന രൂപത്തിൽ, ഭിന്ന ഭിന്ന സാഹചര്യങ്ങളിലൂടെ തന്റെ ഉപഭോക്താവാക്കി മാറ്റുന്നു. പിന്നീട് എന്തായി മാറും? യോഗിയോ അതോ യോദ്ധാവോ? യോദ്ധാവായി മാറരുത്. പക്കാ പ്രതിജ്ഞ ചെയ്തുവോ? അതോ ബാബ്ദാദ പറയുന്നു അതുകൊണ്ട് ശരി. പക്കായാക്കിയോ? പുറത്ത് സ്വന്തം സ്ഥലത്ത് പോകുമ്പോൾ അല്പം കച്ച ആകുമോ? ശക്തികൾ എന്തു പറയുന്നു? നടക്കുമോ ഇല്ലയോ? എല്ലാവരും ശരി പറയുന്നില്ല. അതായത് അവനവനിൽ അല്പം സംശയമുണ്ട്. അന്നേരം എല്ലാവരും ഹാൻജി പറഞ്ഞു. നോക്കണം, ടിവിയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ബാബ്ദാദ ടിവിയുടെ കാസറ്റ് അയക്കും. എന്തുകൊണ്ട് എന്നാൽ ബാബയ്ക്ക് ഓരോ കുട്ടിയോടും, പുതിയവരായിക്കോട്ടെ പഴയവരായിക്കോട്ടെ, എന്നാൽ ആരാണ് ഹൃദയം കൊണ്ട് പറഞ്ഞത് എന്റെ ബാബ എന്ന്? അത് വെറുതെ പറയുകയല്ല, എന്നാൽ അംഗീകരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഓരോരുത്തരോടും ബാബയ്ക്ക് ഹൃദയത്തിന്റെ സ്നേഹമാണ്, പറയാനുള്ള സ്നേഹമല്ല. ബാബ്ദാദ ധാരാളം കുട്ടികളുടെ നിറം കാണുന്നുണ്ട്. ഇന്ന് പറയും ബാബ, ഓ എന്റെ ബാബ, ഓ മധുരമായ ബാബ. എന്തു പറയും, എന്തു പറയാതിരിക്കും? അങ്ങ് തന്നെയാണ് എന്റെ ലോകം. വളരെ മധുരമധുരമായ കാര്യങ്ങൾ പറയുന്നു. 2-4 മണിക്കൂറുകൾക്ക് ശേഷം എന്തെങ്കിലും പ്രശ്നം വരുന്നുവെങ്കിൽ ഭൂതം വന്നു ചേരുന്നു. പ്രശ്നം വന്നില്ല, ഭൂതം വന്നു. ബാബ്ദാദയുടെ അടുക്കൽ എല്ലാവരുടെയും ഭൂതം പിടിച്ച ഫോട്ടോയും ഉണ്ട്. നോക്കൂ, ഒരു ഓർമ്മചിഹ്നമുണ്ട് ഭൂതനാഥന്റേത്. അപ്പോൾ ഭൂതങ്ങളെയും ബാബ്ദാദ കാണുന്നുണ്ട്. എവിടെ നിന്ന് വന്നു, എങ്ങനെ ഓടിക്കുന്നു, ഈ കളിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ പരിഭ്രമിച്ച് നിരാശരുമാകുന്നു. ബാബ്ദാദയ്ക്ക് പിന്നീട് സങ്കല്പം വരുന്നു, ഇവർക്ക് ആരിലൂടെയെങ്കിലും സഞ്ജീവനി മരുന്ന് കഴിപ്പിച്ച് ബോധം വരുത്തണം. എന്നാൽ അവർ മോഹാലസ്യത്തിൽ ഇത്രയും മുഴുകിയിരിക്കുന്നു, സഞ്ജീവനി മരുന്നിനെ കാണുന്നതേയില്ല. ഇങ്ങനെ ചെയ്യരുത്. മുഴുവൻ ബോധവും നഷ്ടപ്പെടുത്തരുത്. അല്പം വയ്ക്കുക. അല്പമെങ്കിലും ബോധമുണ്ടെങ്കിലേ രക്ഷപ്പെടൂ. ബാബ്ദാദ ആദ്യമേ കേൾപ്പിച്ചു,
ഈ ഫൈനൽ പഠിപ്പിൽ ഓരോ കുട്ടികളും 3 സർട്ടിഫിക്കറ്റ് എടുക്കണം. ഒന്ന്, സ്വയത്തിൽ സന്തുഷ്ടം, ഈ സർട്ടിഫിക്കറ്റ്. അടുത്തത് ബാബ് ദാദയിലൂടെ സർട്ടിഫിക്കറ്റ്. മൂന്നാമത് പരിവാരത്തിന്റെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവരിലൂടെ സർട്ടിഫിക്കറ്റ്. ഈ 3 സർട്ടിഫിക്കറ്റ് എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ മനസ്സിലാക്കാം പഠിപ്പ് പൂർത്തിയായി. ഇങ്ങനെ കരുതരുത്, ബാബ്ദാദ എന്നോട് സന്തുഷ്ടമാണ്, എന്നാൽ 3 സർട്ടിഫിക്കറ്റും വേണം, ഒന്നുകൊണ്ട് പറ്റില്ല. അപ്പോൾ പരിശോധിക്കൂ, 3 സർട്ടിഫിക്കറ്റിൽ എത്ര സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ബാബയെ കൂടാതെയും ഒന്നും ലഭിക്കുകയില്ല. എന്നാൽ പരിവാരത്തിന്റെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് ഇതിലൂടെ വളരെ പലതും ലഭിക്കുന്നു. പരിവാരത്തിൽ എത്ര ആത്മാക്കളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആർക്ക് ലഭിക്കുന്നുവോ, എത്ര ബ്രാഹ്മണർ സന്തുഷ്ടരാണോ അത്രയും ഭക്തരും താങ്കളുടെ പൂജ സന്തുഷ്ടതയോടെ ചെയ്യും. ജോലി തീർക്കാനല്ല, ഹൃദയം കൊണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ബ്രാഹ്മണ ജീവിതത്തിൽ എത്ര ബ്രാഹ്മണർക്ക് താങ്കളോട് സ്നേഹം, ബഹുമാനം, അതായത് ആദരവ് ഉണ്ടാകുമോ, ഹൃദയം കൊണ്ട് സന്തുഷ്ടമാകുമോ അത്രയും പൂജ്യരാകും. പൂജ്യർക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടാകുന്നു. എപ്പോഴെപ്പോൾ ജഡചിത്രത്തിന്റെ പൂജ ഉണ്ടാകുമോ അപ്പോൾ ഇത്രയും തന്നെ സ്നേഹവും ബഹുമാനവും ലഭിക്കും. മുഴുവൻ കൽപ്പത്തിന്റെ പ്രാലബ്ധം ഇപ്പോൾ ഉണ്ടാക്കണം. വെറും പകുതി കൽപ്പത്തിന്റെ രാജ്യത്തിന്റെ പ്രാലബ്ധമല്ല, പൂജയുടെ പ്രാലബ്ധവും ഇപ്പോൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ വിചാരിക്കരുത്, എനിക്ക് ബാബയോട് മാത്രമേ കാര്യമുള്ളൂ. ഇല്ല, ബാബയ്ക്ക് പരിവാരത്തിനോടും എത്ര സ്നേഹമാണ്. അപ്പോൾ ഫോളോ ഫാദർ ചെയ്യൂ. ബ്രഹ്മ ബാബയെ പോലെ എങ്ങനെയുള്ള കുട്ടിയായാലും ശിക്ഷാദാതാവായി ശിക്ഷണവും നൽകുന്നു. എന്നാൽ ശിക്ഷണത്തിനോടൊപ്പം സ്നേഹവും ഹൃദയത്തിൽ വയ്ക്കുന്നു. കൈകൾ കൊണ്ടുള്ള സ്നേഹമൊന്നുമല്ല, എന്നാൽ സ്നേഹത്തിന്റെ ലക്ഷണമാണ് തന്റെ ശുഭഭാവനയിലൂടെ, ശുഭകാമനയിലൂടെ എങ്ങനെയുള്ള മായയ്ക്ക് വശപ്പെട്ട ആത്മാവിനെയും പരിവർത്തനപ്പെടുത്തുക. ആരായാലും എങ്ങനെയുള്ളവരായാലും വെറുപ്പിന്റെ ഭാവം വരരുത്. ഇവർ മാറാൻ പോകുന്നില്ല, ഇവർ ഇങ്ങനെ തന്നെയാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. അരുത്. ഇപ്പോൾ ആവശ്യം ദയാമനസ്കരാകേണ്ടതിന്റെയാണ്. എന്തുകൊണ്ടെന്നാൽ പല കുട്ടികളും ദുർബലരായതിനാൽ തന്റെ ശക്തിയാൽ ഏതെങ്കിലും വലിയ സമസ്യയിൽ നിന്ന് മറികടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ താങ്കൾ സഹയോഗിയാകൂ. കേവലം ശിക്ഷണത്തിലൂടെ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ശിക്ഷണം സ്നേഹമല്ലെങ്കിൽ ശുഭഭാവനയില്ലാതെ ആർക്കും കേൾക്കാൻ പോലും കഴിയുകയില്ല. ഇത് ഫൈനൽ റിസൾട്ട് ആണ്. ശിക്ഷണം മാത്രം പ്രയോജനപ്പെടുകയില്ല. എന്നാൽ ശിക്ഷണത്തിനോടൊപ്പം ശുഭഭാവന, ദയാമനസ്കത ഇത് സഹജമായി കാര്യം ചെയ്യുന്നു. ബ്രഹ്മബാബയെ കണ്ടതുപോലെ അറിയുകയും ചെയ്യാം, ഇന്ന് ഈ കുട്ടി ഈ തെറ്റ് ചെയ്തു. അപ്പോഴും ആ കുട്ടിക്ക് ശിക്ഷണവും രീതിയിൽ, യുക്തിയിൽ നൽകുന്നു. പിന്നീട് അവരെ വളരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അവർ മനസ്സിലാക്കുന്നു, ബാബയ്ക്ക് സ്നേഹമുണ്ട്. സ്നേഹത്തിൽ തെറ്റിനെ തിരിച്ചറിയാനുള്ള ശക്തി അവരിൽ വരുന്നു. അപ്പോൾ ബ്രഹ്മബാബയെ ഇന്ന് വളരെ ഓർമ്മിച്ചുവല്ലോ. അപ്പോൾ ഫോളോ ഫാദർ. ബാബയ്ക്ക് സമാനം ആകുന്നതിനുള്ള ധൈര്യമുണ്ടോ? ധൈര്യത്തിന് ആശംസകൾ. ബാബ്ദാദ താങ്കളുടെ ഹൃദയത്തിന്റെ കയ്യടികൾ ആദ്യമേ കേൾക്കുന്നു. താങ്കൾ സന്തോഷത്തോടെ കൈയടിക്കുന്നു. എന്നാൽ ബാബയ്ക്ക് ഹൃദയത്തിന്റെ കയ്യടികൾ ആദ്യം എത്തിച്ചേരുന്നു. ബാബ്ദാദ ചിരിയുടെ ഒരു കാര്യവും കേൾപ്പിക്കുന്നു. ബ്രഹ്മബാബയുടെ ആത്മീയ സംഭാഷണം നടന്നു. അപ്പോൾ ബ്രഹ്മബാബ പറയുന്നു, എനിക്ക് ഒരു കാര്യത്തിൽ ഡേറ്റ് കോൺഷ്യസ്നസ് ഉണ്ട്. കുട്ടികളോട് പറയുന്നു,
ഡേറ്റ് കോൺഷ്യസ് ആകരുത്. എന്നാൽ ബ്രഹ്മബാബയ്ക്ക് ഒരു കാര്യത്തിൽ ഡേറ്റ് കോൺഷ്യസ് ആണ്. ഏത് ഡേറ്റാണ്? എപ്പോഴാണ് എന്റെ ഓരോ കുട്ടിയും ജീവൻ മുക്തരാകുക? ഇങ്ങനെ വിചാരിക്കരുത്, അന്തിമത്തിൽ ജീവൻ മുക്തരാകും. ഇല്ല, വളരെ കാലത്തെ ജീവൻ മുക്ത സ്ഥിതിയുടെ അഭ്യാസം വളരെ കാലം ജീവൻ മുക്ത രാജ്യഭാഗ്യത്തിന്റെ അധികാരി ആക്കും. അതിനു മുമ്പ് താങ്കൾ എല്ലാവരും ജീവൻ മുക്തരാകൂ. അപ്പോൾ താങ്കൾ ജീവൻ മുക്ത സ്ഥിതിയുള്ളവരുടെ പ്രഭാവം ജീവൻ ബന്ധനമുള്ള ആത്മാക്കളുടെയും ബന്ധനം സമാപ്തമാക്കും. അപ്പോൾ ഈ സേവനം ചെയ്യണ്ടേ? ചെയ്യണമല്ലോ. അപ്പോൾ താങ്കൾ ബ്രഹ്മബാബയ്ക്ക് ഡേറ്റ് കോൺഷ്യസിന്റെ മറുപടി നൽകൂ. ആ തീയതി എപ്പോൾ ഉണ്ടാകും? എല്ലാവരും എപ്പോൾ ജീവൻ മുക്തരാകും? ഒരു ബന്ധനവും ഇല്ല. ബന്ധനങ്ങളുടെ നീണ്ട ലിസ്റ്റ് വർണ്ണിക്കുന്നു, ക്ലാസുകൾ ചെയ്യിക്കുന്നു, പിന്നെ ബന്ധനങ്ങളുടെ നീണ്ട വലിയ ലിസ്റ്റ് പുറത്തിറക്കുന്നു. എന്നാൽ ബാബ്ദാദ പറയുന്നു, എല്ലാ ബന്ധനങ്ങളിലും ആദ്യത്തെ ഒരു ബന്ധനമാണ് ദേഹബോധത്തിന്റെ ബന്ധനം. അതിൽ നിന്ന് മുക്തമാകൂ. ദേഹമല്ല എങ്കിൽ മറ്റ് ബന്ധനങ്ങൾ സ്വതവേ സമാപ്തമാകും. സ്വയം വർത്തമാന സമയം ഞാൻ ടീച്ചറാണ്, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ സേവാധാരിയാണ്, ഇത് മനസ്സിലാക്കുന്നതിന് പകരം അമൃതവേള മുതൽ ഈ അഭ്യാസം ചെയ്യൂ. ഞാൻ ശ്രേഷ്ഠാത്മാവ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നു. ഈ പഴയ ലോകത്തിൽ, ഈ പഴയ ശരീരത്തിൽ സേവനത്തിന് വേണ്ടി. ഞാൻ ആത്മാവാണ്. ഈ പാഠം ഇനി പക്കായാക്കൂ. താങ്കൾ ആത്മാവിന്റെ ബോധം ധാരണ ചെയ്യൂ. അപ്പോൾ ഈ ആത്മബോധം മായയുടെ ബോധത്തെ സദാകാലത്തേക്ക് ഇല്ലാതാക്കി തരും. എന്നാൽ ആത്മാബോധം ഇത് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സ്മൃതിയിലുണ്ടാകണം. അത് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബ്രഹ്മബാബ ആത്മാവിന്റെ പാഠം ആദ്യം മുതൽ എത്ര പക്കായാക്കി. ചുവരുകളിലും ഞാൻ ആത്മാവാണ്, കുടുംബത്തിലുള്ളവർ ആത്മാവാണ്. ഓരോരുത്തരുടെയും പേരോടെ ചുവരുകളിലും ഈ പാഠം പക്കായാക്കി. ഡയറികൾ നിറച്ചു, ഞാൻ ആത്മാവാണ്, ഇവരും ആത്മാവാണ്, അവരും ആത്മാവാണ്. താങ്കൾ ആത്മാവിന്റെ പാഠം ഇത്രയും പക്കായാക്കിയോ? ഞാൻ സേവാധാരിയാണ്. ഈ പാഠം കുറച്ചു പക്കയായി തോന്നുന്നു. എന്നാൽ ആത്മാവ് സേവാധാരിയാണ്. അപ്പോൾ ജീവൻ മുക്തമായി മാറും. ദിവസവും ശരീരത്തിൽ മുകളിൽ നിന്ന് അവതരിക്കുകയാണ്. ഞാൻ അവതാരമാണ്. ഈ ശരീരത്തിൽ അവതരിച്ച ആത്മാവാണ്. പിന്നെ യുദ്ധം ചെയ്യേണ്ടി വരില്ല. ആത്മാവ് ബിന്ദുവല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ബിന്ദുവാകും. എങ്ങനെയുള്ള ആത്മാവാണ്? എന്നും ഒരു പുതിയ പുതിയ ടൈറ്റിൽ സ്മൃതിയിൽ വെക്കൂ. താങ്കളുടെ അടുക്കൽ വളരെയേറെ ടൈറ്റിലുകളുടെ ലിസ്റ്റില്ലേ? എന്നും പുതിയ ഒരു ടൈറ്റിൽ സ്മൃതിയിൽ വെക്കൂ. ഞാൻ ഇങ്ങനെയുള്ള ശ്രേഷ്ഠാത്മാവാണ്. സഹജമാണോ അതോ പ്രയാസമാണോ? ആത്മാവ് ബിന്ദു രൂപത്തിൽ കഴിയും. എന്നാൽ ഡ്രാമ ബിന്ദുവും കാര്യത്തിൽ വരും. സമസ്യകൾക്കും സെക്കൻഡിൽ ബിന്ദുവിടാൻ കഴിയും. ബിന്ദുവായി പരംധാമിൽ ബിന്ദു പോകും. അതോ നേരെ സ്വർഗത്തിൽ പോകുമോ? എവിടേക്ക് പോകും? ആദ്യം വീട്ടിലേക്ക് പോകുമോ? അതോ രാജ്യത്തിൽ പോകുമോ? ബാബയോടൊപ്പം വീട് വരെ പോകേണ്ടേ? അതോ നേരെ രാജ്യത്തിലേക്ക് പോകുമോ? ബാബയെ ചോദിക്കുകയില്ലേ? അപ്പോൾ ബിന്ദു ബാബയോടൊപ്പം ബിന്ദുവായി ആദ്യം വീട്ടിൽ പോകണം. അങ്ങനെ വെറുതെ രാജ്യത്തിന്റെ പാസ്പോർട്ട് ലഭിക്കുകയില്ല. പരംധാമത്തിൽ നിന്നും രാജധാനിയിൽ പോകാനുള്ള പാസ്പോർട്ട് തനിയെ ലഭിച്ചോളും. ആർക്കും നൽകേണ്ടതിന്റെ ആവശ്യമില്ല. എത്രത്തോളം സമീപമാകുമോ
അത്രയും യഥാക്രമം പരംധാമത്തിൽ നിന്നും രാജ്യത്തിൽ വരും. പരംധാമത്തിൽ നിന്നും ആദ്യം എങ്ങനെയുള്ള ആത്മാവ് പോകും? ആർക്കൊപ്പം പോകും? ബ്രഹ്മബാബയുടെ ഒപ്പം പോകും. എല്ലാവരും രാജ്യത്തിലേക്കും ഒപ്പം പോകും. അതോ രണ്ടാമതോ മൂന്നാമതോ ജന്മത്തിൽ വരുമോ? പോകേണ്ടേ? സ്നേഹമില്ലേ? ബ്രഹ്മബാബ വിടുകയില്ല. ഒപ്പം പോകുമോ? അപ്പോൾ ബാബ്ദാദയ്ക്ക് തീയതി പറഞ്ഞു കൊടുക്കുമോ ഇല്ലയോ? എല്ലാവരും ഉത്തരം നൽകി ബാബ്ദാദ പറയട്ടെ. ബാബ്ദാദ പറയുന്നു, ഇപ്പോൾ ആകൂ. അപ്പോൾ ബാബയ്ക്കും ഡേറ്റ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് മാറാം. നോക്കൂ, ബ്രഹ്മബാബ നാളെയെ നോക്കിയോ? ഉടൻ ദാനം മഹാദാനം ചെയ്തു. തീവ്ര പുരുഷാർത്ഥം ആദ്യ പുരുഷാർത്ഥം ചെയ്തു. നാളെയെ നോക്കിയില്ല. നാളെ എന്താകും? പരിവാരം എങ്ങനെ നടക്കും? ഇങ്ങനെ ചിന്തിച്ചുവോ? ഇന്ന് എന്ത് നടക്കുന്നുവോ അത് നല്ലതാണ്. നാളെ എന്ത് നടക്കുമോ അതും നല്ലതാണ്. അപ്പോൾ ഉടൻ ദാനം മഹാപുണ്യം. ആദ്യ നമ്പറിന്റെ മഹാനായി. ഇപ്പോൾ കുട്ടികൾ ഉടൻ ദാനി ആകണം. സങ്കല്പം ചെയ്തു ഉടൻ ദാനം മഹാബലി ആകുക. എപ്പോഴാണോ ആര് ഫസ്റ്റ് ഡിവിഷനിൽ വരും എന്നതിന് കൈ ഉയർത്തുന്നത്, അപ്പോൾ എല്ലാവരും കൈ ഉയർത്തുന്നു. ഇപ്പോഴും ഉയർത്തിക്കുകയാണെങ്കിൽ എല്ലാവരും ഉയർത്തും. ബാബ്ദാദ അറിയുന്ന ആരും കൈ താഴ്ത്തുകയില്ല. ആദ്യ ഡിവിഷനിൽ വരണമെങ്കിൽ ആദ്യ നമ്പറിനെ ഫോളോ ചെയ്യൂ. ഫോളോ ചെയ്യുക സഹജമാണ്. ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കൂ. അത്രമാത്രം കോപ്പി ചെയ്യൂ. കോപ്പി ചെയ്യാൻ അറിയുമല്ലോ, അതോ അറിയില്ലേ? പിന്തുടരുവാൻ അറിയില്ലേ? അപ്പോൾ ഫോളോ ചെയ്യണം, വേറൊന്നുമില്ല. ശരി, ഇപ്പോൾ ആരെല്ലാം ഇരിക്കുന്നുവോ ഒരു സെക്കൻഡ് അശരീരി ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ശരീരബോധത്തിൽ വരാതിരിക്കൂ. ആത്മാവ് പരമാത്മാവുമായി മിലനം ആഘോഷിക്കുകയാണ്. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ഇങ്ങനത്തെ അഭ്യാസം പലതവണ കർമ്മം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കൂ. സ്വിച്ച് ഓൺ ചെയ്തു സെക്കൻഡിൽ അശരീരിയാകുന്നു. ഈ അഭ്യാസം കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്യിക്കും. നാനാഭാഗത്തെയും സദാ സമർത്ഥ ആത്മാക്കൾക്ക്, സദാ ബാബ്ദാദയെ പിന്തുടരുന്ന സഹജ പുരുഷാർത്ഥി കുട്ടികൾക്ക്, സദാ ഒരു ബാബ എന്ന ഏകാഗ്ര ബുദ്ധി ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുവായ ബാബയ്ക്കൊപ്പം പോകുന്ന ഇങ്ങനെയുള്ള സർവ ബാബയുടെ സ്നേഹി, സഹയോഗി, സേവാധാരി കുട്ടികൾക്കും ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം: അവിനാശി മാംഗല്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും തിലകധാരിയിൽ നിന്ന് ഭാവിയുടെ രാജ്യതിലകധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ദേവന്മാരുടെയും ദേവന്റെ മാംഗല്യവും പരമാത്മ അല്ലെങ്കിൽ ഈശ്വരീയ സന്താനത്തിന്റെ ഭാഗ്യത്തിന്റെ തിലകവും പ്രാപ്തമാണ്. അഥവാ ഈ മാംഗല്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും തിലകം അവിനാശിയാണെങ്കിൽ, മായ ഈ തിലകത്തെ മായ്ക്കുന്നില്ലെങ്കിൽ, ഇവിടത്തെ മാംഗല്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും തിലകധാരിയിൽ നിന്ന് ഭാവിയുടെ രാജ്യതിലകധാരി ആകുന്നു. ഓരോ ജന്മത്തിലും രാജ്യതിലകത്തിന്റെ ഉത്സവം ഉണ്ടാകുന്നു. രാജാവിനോടൊപ്പം റോയൽ കുടുംബത്തിന്റെയും തിലക ദിവസം ആചരിക്കപ്പെടുന്നു. സ്ലോഗൻ: സദാ ഒന്നിന്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നു എങ്കിൽ ഈ സ്നേഹം പരിശ്രമത്തെ സമാപ്തമാക്കിക്കൊള്ളും. ഓം ശാന്തി.